ഹലോ ഗായ്സ്, ഇന്നപ്പോൾ ഒരു സൺഡേ ആണ്. ഇന്ന് ഞാൻ രാവിലെ മുറ്റടിയും കുറച്ചൊക്കെ അലക്കി അടുക്കളയ്ക്ക് ഒതുക്കി കഴിഞ്ഞപ്പോൾ ഓർത്തെ ഓക്കെ ഇന്ന് വ്ളോഗ് എടുക്കാം എന്നപ്പോൾ ആ ഒരു പകുതി ആയപ്പോഴാണ് വിചാരിച്ചത് വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ എനിക്ക് ആൾ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, വണ്ടി ഓടിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ കരഞ്ഞു, കൂടെ പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ അവന് ചോക്കോബാർ വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണം, കാരണം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ എനിക്ക് ചോക്കോബാറൊക്കെ വാങ്ങിയിട്ട് നാളെ പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ ഞാൻ അടിച്ച് വരാൻ വേണ്ടി പോയപ്പോൾ ഉമ്മ ചിക്കനൊക്കെ ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ച് സവാളയൊക്കെ തോലൊക്കെ കളഞ്ഞിരിക്കണം. അപ്പം ഞാൻ ഈ സമയം കൊണ്ട് എന്ത് ചെയ്ത് വേഗം പോയി വാവനെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് റെഡിയാക്കി ഇവിടെ കൊടുത്തേക്ക് കിടത്തി. ഇനി അവന് പാല് കൊടുത്ത് കഴിഞ്ഞ് കിടത്തി ഉറക്കണം. എന്നെയൊക്കെ കിടത്തി ഉറക്കി കഴിഞ്ഞ് ഞാൻ തുടക്കാൻ വേണ്ടി പോയപ്പോൾ ഉമ്മതാ സവാളയൊക്കെ വാട്ടി ചിക്കനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ എന്താ ഗ്യാപ്പ് എന്ന് ചോദിച്ചാൽ നോൺ ചിക്കൻ ഞാനെടുത്ത് കഴിച്ചു, ഞാനാക്കി വക കൂടി. പിന്നെ ചിക്കനൊക്കെ തിളച്ച് വരണുണ്ട്. ഞാൻ വേഗം പോയി തുടച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചിക്കൻ കറി ഏകദേശം സെറ്റാണ്. അപ്പോൾ ഞാൻ ഉമ്മാണ്ട് പറഞ്ഞു പോയി കുളിച്ചോ. ഞാൻ അടുക്കള ഒതുക്കി തിണ്ണയൊക്കെ തുടച്ചിട്ടിട്ട് ഞാൻ കയറി കുളിക്കാം. എന്നിട്ട് വേഗം പോയി കുളിച്ചോ, കാരണം ഞാൻ ആകെ നനഞ്ഞിരിക്കുക. കുട്ടിക്കിനി പാൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവനെ ഉമ്മ എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം പോയി കുളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ അടുക്കളയുടെയൊക്കെ തിണ്ണയൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഞാൻ വാപ്പ വന്നപ്പോൾ ജ്യൂസ് അടിച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ആ ജ്യൂസ് അടിക്കുന്ന സമയത്ത് മൂടി പെട്ടെന്ന് തുറന്ന് തെറിച്ച് ജ്യൂസ് അവിടുത്തെ മതലിലൊക്കെ ആയി. പിന്നെ ഞാൻ അവിടേക്ക് അത് തേച്ച് കഴുകി തെണ്ണയൊക്കെ തുടച്ച് പാത്രമൊക്കെ എല്ലാം കഴുകി മെനയാക്കി വന്ന് അതെല്ലാം ക്ലീനാക്കി ഞാൻ പോയി കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു രണ്ട് കാരണം എനിക്കിങ്ങനെ ക്ലീനായി കിടക്കുമ്പോൾ എനിക്കിത് എല്ലാം ക്ലീനാക്കി കഴിഞ്ഞിട്ടാണ് കുളിക്കുക. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് വേഗം പോയി കുളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കഴിഞ്ഞ് ക്ലീനാക്കി കുളിച്ചപ്പോൾ ഒരു 2:30 കണ്ടായി. അപ്പോൾ ചോറയ്ക്കാൻ പപ്പടം ഇരിപ്പുണ്ട്. കാര്യം ഞാനും ഇക്കായും മാത്രമേ പപ്പടം കഴിക്കുള്ളൂ. അതിന് പപ്പടമൊക്കെ പൊരിച്ച് ചോറിനാന്ന് ഓർത്തപ്പോൾ ദേണ്ടതേ വാവ എണീറ്റോടെ ചിരിയും കളിയൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ വേഗം തന്നെ പാലൊക്കെ കൊടുത്ത് അവനെ കുറച്ച് നേരം പുന്നാരിച്ചിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി പോയി. ചോറ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അവനിവിടെ എണീറ്റ് കിടക്കില്ലേ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ഓക്കെ.